ഹലോ അസ്സാം വലൈക്കും 2024 ഈ വർഷം നടന്ന സമസ്ത കേരള ഇസ്ലാം മതവിദ്യാഭ്യാസ ബോർഡിൻ്റെ മദ്രസ പൊതു പരീക്ഷാ റിസൾട്ട് ഇന്ന് 26/3/2024 ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12:30 ശേഷം പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ വർഷം നടന്ന സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡിൻ്റെ മദ്രസ പൊതു പരീക്ഷാ റിസൾട്ട് നമ്മുടെ മൊബൈൽ ഫോണിലോ കമ്പ്യൂട്ടറിലോ ഓൺലൈനായിട്ട് പെട്ടെന്ന് എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്ത് അറിയാം എന്നുള്ളതാണ് ഈ വീഡിയോ ഭാഗത്ത് നമ്മൾ പരിശോധിക്കാൻ വേണ്ടി പോകുന്നത്. അതിനു മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ഈ വീഡിയോക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം പുതിയ വീഡിയോസൊക്കെ യൂട്യൂബിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. അതിനായി ഞാൻ ഈ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് www.results.samastha.info എന്ന വെബ്സൈറ്റ് നമ്മുടെ മൊബൈൽ ഫോണിലോ കമ്പ്യൂട്ടറിലോ ഓപ്പൺ ചെയ്യുക. അന്നേരം ഇങ്ങനൊരു ഇൻ്റർഫേസിൽ വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും. ഇതിലൂടെ ഹോം പേജിലേക്ക് സെലക്ട് ചെയ്ത് വന്നാൽ നമുക്ക് ഓരോ വിദ്യാർത്ഥികളുടെ സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡിൻ്റെ മദ്രസ പൊതു പരീക്ഷാ റിസൾട്ട് നമുക്ക് ഓൺലൈനിൽ ചെക്ക് ചെയ്ത് അറിയാൻ സാധിക്കും. അതിന് ഹോം പേജ് എന്ന ഭാഗത്ത് സെലക്ട് ചെയ്താൽ വരുന്ന ഭാഗത്ത് ഇതിൽ സെലക്ട് ടൈപ്പ് ഓഫ് എക്സാം എന്നതിൽ നമ്മൾ നോർമൽ മദ്രസയിലാണെന്നുണ്ടെങ്കിൽ ജനറൽ സെലക്ട് ചെയ്യുക. അതിനിടയിൽ സെലക്ട് ക്ലാസ് സെലക്ട് ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നുണ്ട്. നമ്മൾ എത്ര ക്ലാസ്സിലാണ് അത് സെലക്ട് ചെയ്യുക. ഞാനിപ്പം 10 സെലക്ട് ചെയ്തു. അതിൻ്റെ ഇടയിൽ രജിസ്റ്റർ നമ്പർ ചോദിക്കുന്നുണ്ട്. അതായത് പൊതുപരീക്ഷ രജിസ്റ്റർ നമ്പർ ഉണ്ടാകും. അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം അതിൻ്റെ താഴെ കാണുന്ന സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലെ നമ്മുടെ മൊബൈൽ ഫോണിലോ കമ്പ്യൂട്ടറിലോ നമ്മുടെ ഈ വർഷത്തെ സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡിൻ്റെ മദ്രസ പൊതു പരീക്ഷാ റിസൾട്ട് നമുക്ക് ഓൺലൈനായിട്ട് ലഭിക്കും. ഇങ്ങനെ സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡിൻ്റെ മദ്രസ പൊതു പരീക്ഷാ റിസൾട്ട് നമുക്ക് ഓൺലൈനിൽ പെട്ടെന്ന് എളുപ്പത്തിൽ ചെക്ക് ചെയ്ത് അറിയാൻ സാധിക്കുന്നതാണ്. ഇതിലൂടെ താഴെ പ്രിൻറ്റ് റിസൾട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ PDF ഡൗൺലോഡ് ചെയ്ത് എടുക്കാനും സാധിക്കും. അടുത്തതായി ഈ വെബ്സൈറ്റിൽ നിന്ന് ജസ്റ്റ് ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ മദ്രസ ബേസ് റിസൾട്ട് എന്നൊരു ഭാഗത്തേക്ക് നമുക്ക് സെലക്ട് ചെയ്ത് വന്നാൽ ഇവിടുന്ന് ഈ വർഷത്തെ സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡിൻ്റെ മദ്രസ ബേസ് പൊതു പരീക്ഷ എക്സാം റിസൾട്ട് നമുക്ക് ഓൺലൈനിൽ ചെക്ക് ചെയ്ത് അറിയാൻ സാധിക്കും. എന്നിട്ട് ഇവിടെ ടൈപ്പ് ഓഫ് എക്സാം എന്നതിൽ ജനറലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അതോ സെലക്ട് ചെയ്യുക. അതിനിടയിൽ സെലക്ട് ക്ലാസ് എന്ന് ചോദിക്കുന്നവിടെ നമ്മുടെ ക്ലാസ് സെലക്ട് ചെയ്യുക. ഞാനിപ്പം 10 സെലക്ട് ചെയ്തു. അതിൻ്റെ ഇടയിൽ മദ്രസ രജിസ്റ്റർ നമ്പർ, അതായത് മദ്രസ പൊതു പരീക്ഷ രജിസ്റ്റർ നമ്പറാണ് ചോദിക്കുന്നത്. അതവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. ശേഷം താഴെ കാണുന്ന സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ഈ വർഷത്തെ സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡിൻ്റെ മദ്രസ ബേസ് പൊതു പരീക്ഷ റിസൾട്ട് ഓൺലൈനായിട്ട് നമുക്ക് ലഭിക്കും. ഇതിൽ തന്നെ പ്രിൻറ്റ് റിസൾട്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ PDF നമുക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാനും സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ വർഷത്തെ സമസ്ത കേരള ഇസ്ലാമിക് മത വിദ്യാഭ്യാസ ബോർഡിൻ്റെ ഓരോ വിദ്യാർത്ഥികളുടെ മദ്രസ പൊതു പരീക്ഷ റിസൾട്ടും അതോടൊപ്പം മദ്രസ ബേസ് പൊതു പരീക്ഷ റിസൾട്ടും നമ്മുടെ മൊബൈൽ ഫോണിലോ കമ്പ്യൂട്ടറിലോ ഓൺലൈനിലായിട്ട് പെട്ടെന്ന് എളുപ്പത്തിൽ നമുക്കിതുപോലെ ചെക്ക് ചെയ്ത് അറിയാൻ സാധിക്കുന്നതാണ്. പിന്നെ ഈ വെബ്സൈറ്റിൽ അനലൈസ്, കോൺടാക്ട് അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. കോൺടാക്ട് എന്ന ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ സമസ്ത കേരള ഇസ്ലാമിക് മത വിദ്യാഭ്യാസ ബോർഡിൻ്റെ അവിടുത്തെ അഡ്രസ്സ്, ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഹെൽപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഉപകാരപ്പെട്ടെ. താങ്ക് യു.